നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്. ഹജ്ജിന് പുറപ്പെടുന്ന വിവരം വിളംബരം ചെയ്തു. അറേബ്യയുടെ നാനാഭാഗങ്ങളിലും ആ വിളംബരം മാറ്റൊലി കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ഏകദേശം 3 മാസം മുൻപാണിത്. 1,00,000-ഓളം വിശ്വാസികളെയും കൂട്ടി പ്രവാചകൻ മക്കയിലേക്ക് പുറപ്പെട്ടു. ദുൽഹജ്ജ് 9-ന് പ്രവാചകൻ അറഫയിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ മഹത്തായൊരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ രത്നച്ചുരുക്കം. ജനങ്ങളെ, എന്റെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ഇവിടെ വച്ച് ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. ഈ രാജ്യത്തിന്റെയും ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും പവിത്രത പോലെ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യുന്നതാണ്. എല്ലാ കുടിപ്പകകളും പ്രതികാര നടപടികളും ഞാനിതാ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജാഹിലിയത്തിലെ പലിശ ഞാനിതാ നിരോധിച്ചിരിക്കുന്നു.